പ്രിയമുള്ളവരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് അടൂർ സെൻട്രൽ ടൗണിന് സമീപമായ സിഗ്നൽ പോയിന്റിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയൊരു വാർത്തയുണ്ടായിരുന്നു. അടൂരിനെ പറ്റി, അടൂരിൽ പ്രവർത്തിക്കുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തെ പറ്റി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത 24 കഴിഞ്ഞ ദിവസം വാർത്ത പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരുന്നു. ഈ വിഷയത്തിൽ നിരവധിയായ കുട്ടികൾ, മുൻകാലങ്ങളിൽ ഒലീവി ഡിസൈൻസിൽ ജോലി ചെയ്ത നിരവധിയായ കുട്ടികൾ കഴിഞ്ഞ ദിവസം അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ആ പരാതി കൊടുത്തതിന് ശേഷം അടൂരിൽ നിന്നുള്ള SHO അവരെ വിളിപ്പിച്ചിട്ടും യാതൊരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കടന്നു വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും അപ്പോൾ തന്നെ ആ കുട്ടികൾ ഒലീവിയ ഡിസൈൻസിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് നിരവധിയായ യൂട്യൂബർമാരും ബ്ലോഗർമാരും അടക്കം ആളുകൾ വീഡിയോ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത 24 നിരന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്ന കുട്ടികളുടെ മാതാപിതാക്കളുമായും രക്ഷകർത്താക്കളുമായും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു മാതാവ് എന്നെ വിളിക്കുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒലീവിയ ഡിസൈൻസിൻ്റെ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ SHO വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വരാത്ത കാരണങ്ങൾ അവർ സൂചിപ്പിക്കുകയും ചെയ്തു. വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഞങ്ങൾ ഈ പരാതിയുമായി കൊടുത്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഒരു പടയുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വരാത്തത്. ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ സമയം വേണം. അപ്പോൾ പോലീസും കുട്ടികളും പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഫോണും സിമ്മും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന ശമ്പളത്തിൻ്റെ ഭാഗമായി പിടിച്ചു വച്ചിരിക്കുന്ന പൈസ എല്ലാം അവർക്ക് തരണമെന്നാണ് അവർ പോലീസിനോട് ആവശ്യപ്പെട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ CI അടക്കമുള്ള ആളുകൾ ഇടപെടുകയും അവരിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങുകയും ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവത്തിന് ഉടനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കുട്ടികൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഓൺലൈൻ സ്ഥാപനങ്ങൾ കൂണുപോലെ വളരുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന നീതികേടിനെതിരെ അതിശക്തമായ രീതിയിൽ സമൂഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം വലിയ തട്ടിപ്പുകളാണ് ഇവിടെ സംഭവിച്ചതെന്ന് യാതൊരു തർക്കവുമില്ല. ഇവിടെ വ്യാപാരം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ്, അതുപോലെ തൊഴിലിടങ്ങളിൽ ചൂഷണങ്ങൾ, നിരവധിയായ ക്വാളിഫൈഡായ ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവരെ മോഹനസുന്ദരങ്ങളായ പരസ്യങ്ങളിലൂടെ ആകർഷിക്കുകയും അതിൻ്റെ ഭാഗമായി ജോലി സ്ഥലങ്ങളിലേക്ക് കടന്നു വരുന്ന 10-15 ദിവസമാകുമ്പോൾ അവരെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യവും, പറഞ്ഞു വിടുമ്പോൾ തന്നെ അവർ ജോലി ചെയ്യുന്ന അത്രയും കാലങ്ങളുള്ള പൈസ കൊടുക്കാത്ത ഒരു സംഭവം. അങ്ങനെ തൊഴിലാളി ചൂഷണവും നികുതി വെട്ടിപ്പ് നടക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ അടൂർ പോലീസ് തയ്യാറാകണം. അതോടൊപ്പം തന്നെ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള GST ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം. അങ്ങനെ ആ കുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് വാർത്ത 24 പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത്തരം ഓൺലൈൻ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുവാനും അവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് നീതിപൂർവമായ സമീപനം ലഭിക്കുന്നതിനും ആവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് വാർത്ത 24 വീണ്ടും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നീതിപൂർവമല്ലാത്ത ഒരു നടപടി ഉണ്ടായാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും വാർത്ത 24 മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.